ക്വാസി ജുഡീഷ്യൽ, അർദ്ധ ജുഡീഷ്യൽ, സെമി കോടതികളാണ്, കമ്മീഷനല്ല. പക്ഷെ ആ കമ്മീഷൻ പോലും പുരുഷന്മാർക്ക് ഇപ്പൊ ഇല്ല. ഇപ്പം പോകാൻ ഒരു സ്പേസോ ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസോ ഇല്ല. ഒരു ലൈവ് ഉദാഹരണം അങ്ങോട്ട് പറയാം. ഒരു ദീപക് ഇന്നൊരു പുരുഷ കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ, പുരുഷ കമ്മീഷൻ ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ടായിരുന്നെങ്കിൽ ദീപകിന് വിളിക്കാൻ ഒരാളെ ഉണ്ടാവുമായിരുന്നു. സുനീർ ആത്മഹത്യയില്ലായിരുന്നു. ഈ 3 ദിവസം മുമ്പ് ഒരാളും കൂടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരുടെ ഫാമിലിയുടെ പ്രൊഫഷൻ കിട്ടിയില്ല, അതുകൊണ്ടാണ് പേര് പറയാത്തത്. ഈ ആലപ്പുഴയുള്ള 28 വയസ്സുള്ള പയ്യൻ, അവന് കുട്ടികളെ കാണാൻ ഭാര്യ സമ്മതിക്കുന്നില്ല. ഇവൻ ഫ്രം പില്ലർ ടു പോസ്റ്റ് ഓടിയിട്ടും പറ്റുന്നില്ല. ഇവന് പോയി കണ്ട് ഒരു ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസ് വിളിച്ചു പറയാൻ ഒരാള്. ഇതൊക്കെ ഞാൻ എന്നാൽ കഴിയുന്നവരും വിളിച്ചു പറയാറുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ സാധാരണക്കാരാണ്. ക്വാസി ജുഡീഷ്യലെങ്കിലും ഒരു ബോഡി വന്നാൽ ഒരു അതോറിറ്റി ഫിഗർ ഉണ്ടാവും. പോലീസിൽ വിളിച്ച് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കും. ഈ രീതിയിൽ പോസിറ്റീവ്ലി ഇടപെടാൻ ഒരു കാര്യം സ്പേസ്, ആ സ്പേസിന് വേണ്ടി മാഡം അതിനുവേണ്ടി ഇടപെടാനുള്ള ഒരു സ്പേസ് ആണ്. ഇടപെടാൻ ശേഷിയുള്ള മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ രാഹുൽ. മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ രാഹുൽ. വനിതാ കമ്മീഷൻ എന്നാ വനിതാ കമ്മീഷൻ മാഡം ചോദിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ പോരെ? എന്നാ വനിതാ കമ്മീഷൻ? സ്ത്രീകൾ മനുഷ്യരല്ലേ? പക്ഷെ നിങ്ങൾ കേൾക്കുന്നില്ല കേട്ടോ, നിങ്ങൾ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. മാഡത്തോട് ചോദ്യമാണ്. സ്ത്രീകൾ മനുഷ്യരല്ലേ? യുവാക്കൾ മനുഷ്യരല്ലേ? വയോജനങ്ങൾ മനുഷ്യരല്ലേ? ഇവർക്കെല്ലാം വേറെ കമ്മീഷൻ. വ്യാജ പരാതി മാത്രമല്ല, വ്യാജ പരാതി അല്ലാതെ